എല്ലാവർക്കും നമസ്കാരം. ശബരിമലയിൽ ഭസ്മക്കുളം മാറ്റിസ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് നടത്തിയ നടപടി ഹൈക്കോടതി ഇടപെട്ട് തടഞ്ഞിരിക്കുകയാണ്. ഹൈക്കോടതി ദേവസ്വം ബോർഡിന്റെ ഈ നീക്കത്തെ തടഞ്ഞു എന്ന് മാത്രമല്ല, സർക്കാരിനും ദേവസ്വം ബോർഡിനും കൃത്യമായിട്ടുള്ള താക്കീത് കൂടി കൊടുക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുകയാണ്. തീർത്ഥാടകരെ അല്ലെങ്കിൽ ശബരിമല വിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിക്കുന്ന തരത്തിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നടപടികളും ചർച്ചയില്ലാതെ ആലോചിക്കാതെ ഭക്തജനങ്ങളുടെ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുന്ന തരത്തിലേക്ക് നടത്താൻ പാടില്ല എന്ന് ഹൈക്കോടതി കൃത്യമായി സർക്കാരിനെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. എത്ര നാൾ തൊട്ട് തുടങ്ങി വച്ചതാണ് പിണറായി വിജയന്റെ ഹിന്ദുവിൻ്റെ നേരുള്ള ഇത്തരത്തിലുള്ള കടന്നുകയറ്റം. ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെ കൃത്യമായ ഒരു അജണ്ട വെച്ചുകൊണ്ട് എന്തോ ഒരു ലക്ഷ്യപൂർത്തീകരണത്തിനെന്ന വണ്ണം ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ വിശ്വാസങ്ങൾ ഹനിക്കുന്നവണ്ണം ഇത്തരത്തിലുള്ള നടപടികളുമായിട്ട് നിരന്തരം ക്ഷേത്രങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിന് ഇനിയും ഒരു അറുതിയില്ലേ? ഇത്രയേറെ പ്രവർത്തനങ്ങൾ, ഇത്രയേറെ ക്ഷേത്ര വിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ നടത്തിയിട്ടും പിണറായിക്ക് വീണ്ടും ഈ കേരള മണ്ണിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ ഹിന്ദുവിൻ്റെ നെഞ്ചത്തു കയറിയുള്ള ഈ പിണറായി വിജയന്റെ ധിക്കാരപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാവുന്നത്. ഹിന്ദു പ്രതികരിക്കാൻ മറന്നുപോയ അല്ലെങ്കിൽ സംഘടിക്കാൻ മറന്നുപോയ സമൂഹമാണെന്ന് ഏറ്റവും നന്നായിട്ട് തിരിച്ചറിയുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ജാതീയതയുടെ പേരിൽ അല്ലെങ്കിൽ ജാതീയ നെറുകേടിൻ്റെ പറവിൽ പ്രത്യേക സംഘങ്ങളായൊക്കെ ചേരിതിരിഞ്ഞ് ഹിന്ദുവിനെ തമ്മിൽ തല്ലിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് ഈ വോട്ടുകളെല്ലാം കൃത്യമായി പെട്ടിയിലാക്കുവാൻ വേണ്ടിയിട്ട് ഉതകുന്ന രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാലാകാലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഈ രാഷ്ട്രീയ നാടകം നടത്തി കേരള ജനതയെ, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഹൈന്ദവ ജനതയെ വഞ്ചിക്കുവാൻ യഥാവിധി അവർക്ക് സാധിക്കുന്നുമുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഹിന്ദു ജനതയെ വഞ്ചിച്ച് വോട്ട് നേടാം എന്നുള്ള അവരുടെ വിശ്വാസം തന്നെയാണ് ക്ഷേത്ര ധ്വംസനത്തിന് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രേരണ നൽകുന്നത്. ക്ഷേത്ര ധ്വംസനം നടത്തി ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഈ നാട്ടിൽ ഇല്ലാതാക്കിക്കൊണ്ട് സനാതന ധർമ്മത്തെ ഈ നാട്ടിൽ ക്രമേണ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചുകൊണ്ട് അന്യ മതസ്ഥരായിട്ടുള്ള സംഘടിത ഇസ്ലാമിക ലോബിയെയും അതുപോലെ തന്നെ ജിഹാദി വർഗത്തെയും ഒക്കെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ആ അന്യമതസ്ഥരുടെ സംഘടിതമായിട്ടുള്ള വോട്ട് കൂടി കരസ്ഥമാക്കുമ്പോൾ കൃത്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ നാട് ഭരിക്കുവാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ആ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം വിജയിപ്പിച്ചെടുക്കുവാൻ അനായാസം സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് ഏക പരിഹാരം എന്ന് പറയുന്നത് ഹിന്ദു ജാതീയത മറന്നുകൊണ്ട്, ജാതീയ നിറവ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് ഒറ്റ മനസ്സായിട്ട് ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ധർമ്മബോധത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോവുകയാണ്. ധർമ്മത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിന് അതീതമായി മറ്റു മതവിശ്വാസികൾ എങ്ങനെയാണോ സ്വന്തം മതവിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നത്, അതേ ആർജവത്തോടു കൂടിയിട്ട് എന്നു ഹിന്ദു അഭിമാനത്തോടു കൂടിയിട്ട് സ്വാഭിമാന ബോധത്തോടു കൂടിയിട്ട് കേരളത്തിൽ നിൽക്കാൻ തയ്യാറാകുമോ അന്നു മാത്രമാണ് കേരളത്തിൽ ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള ഇത്തരത്തിലുള്ള കടന്നാക്രമണങ്ങൾ തടയിടുവാൻ നമുക്ക് സാധിക്കുന്നത്. എന്തായാലും ശബരിമല വിഷയത്തിൽ ഇപ്പോൾ കൃത്യമായി ഹൈക്കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പിണറായി സർക്കാരിന് ഇനി ഭസ്മക്കുളം മാറ്റുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, ദേവസ്വം ബോർഡിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുമല്ല, ഇനിയുള്ള ക്ഷേത്ര ധ്വംസന പ്രവർത്തനങ്ങളുമായിട്ട് ഈ ഹൈക്കോടതി വിധിയെ മറികടക്കുവാനുള്ള വാദങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇനിയും ദേവസ്വം ബോർഡും സർക്കാരും ശബരിമലയെയും മറ്റു ക്ഷേത്രങ്ങളെയും തകർക്കാനുള്ള ഗൂഢ പദ്ധതികളുമായിട്ട് മുന്നോട്ട്
പോകാൻ തന്നെയാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ആ നിങ്ങളുടെ തീരുമാനത്തെ, നിങ്ങളുടെ അഹങ്കാരത്തെ എന്തു വില കൊടുത്തും ചെറുത്തു തോൽപ്പിക്കുവാൻ തന്നെയാണ് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെയും രാഷ്ട്രീയ ബജറംഗദളിന്റെയും തീരുമാനം. നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങളുടെ മുന്നിലുള്ളത് പരാജയപ്പെട്ട ചരിത്രം തന്നെയാണ്. ശബരിമല പ്രക്ഷോഭ കാലഘട്ടം നിങ്ങൾ മറക്കാതിരിക്കേണ്ടതാണ്. നിങ്ങൾക്കറിയാം, ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കും, കോടതി വിധി ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കും എന്ന് ഇരട്ടച്ചങ്കൻ പ്രഖ്യാപിച്ചിട്ട് ഇരട്ടച്ചങ്കന് പരാജയപ്പെടേണ്ടി വന്നു. നിലയ്ക്കൽ പോലും സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ സാധിക്കാതെ ഇരട്ടച്ചങ്കന് തന്റെ പ്രസ്താവന തിരുത്തി പിന്മാറേണ്ടി വന്നു എങ്കിൽ അത് ഇവിടുത്തെ ധീരന്മാരായിട്ടുള്ള ഹൈന്ദവ സംരക്ഷകരായിട്ടുള്ള ഹൈന്ദവ വീരന്മാരുടെ പോരാട്ടത്തിന്റെ ചരിത്ര വിജയം തന്നെയായിരുന്നു. ആ വിജയം ഇനിയും 1000 വട്ടം ഈ കേരള മണ്ണിൽ ആവർത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ പരാജയം സുനിശ്ചിതമാണ്. ക്ഷേത്രങ്ങളെ തകർക്കുവാൻ വേണ്ടിയിട്ട്, ആചാരാനുഷ്ഠാനങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കേരളത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെയെല്ലാം ഞങ്ങൾ പരാജയപ്പെടുത്തും. നന്ദി, നമസ്തേ.